ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. അതിവിശുദ്ധൻ കെരൂബിന്മേൽ വസിക്കുന്നോനേ, താഴ്മയോടെ യാഗമായി തിരുമുൻപിൽ വണങ്ങിടുമ്പോൾ ആത്മസൗഖ്യം ഏകി നീ അടിയാരെ പോഷിപ്പിക്കാൻ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. തേടിടുമ്പോ അകൃത്യം നീ പൊറുക്കേണമേ. ദേശമെങ്ങും സൗഖ്യം നേടി പ്രാണനാഥനെ ഉയർത്തിയിടുമേ. സ്വർഗകലാം ചേരുവോളം അങ്ങേ ചുമലിലായി വഹിക്കേണമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. മഹത്വനാളിൽ പൊന്മുഖം കണ്ടിടുമ്പോ പൂർണ്ണ സൗഖ്യം വിടുതൽ നേടി മറയും നിൻ സാന്നിധ്യത്തിൽ. ഭാഗ്യനാട്ടിൽ ശുദ്ധർ കാൺകെ മൽപ്രിയനെ ചുംബിക്കുമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയെ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ,
നീസി യഹോവ ഈരേ. വളർന്നിടുമ്പോൾ കുരിശെടുത്തും നിന്നയേറ്റും നിൻ വഴി നടന്നിടട്ടെ. സ്വർഗ്ഗകനാൻ ചേരും വരെ കാവലായി നീ മാത്രമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി യഹോവ ഈരേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മുഹത്വപ്പെടുമാറാകട്ടെ. ഗലാത്യർ 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിൻ കീഴാകുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ്റെ കീഴിലാകുന്നു. ദൈവദിനത്തിലൊരു പഠിപ്പിക്കലാണത്. ദൈവമക്കളെ, അന്ന് യെരുശലേം ദേവാലയമേ ഉണ്ടായിരുന്നുള്ളൂ. യെരുശലേം ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്ന സകല യാഗങ്ങളും സകല പെരുന്നാളുകളും സകല ആഘോഷങ്ങളും സകല ആരാധനകളും എല്ലാം ദൈവത്തിൻ്റെ ന്യായപ്രമാണപ്രകാരമായിരുന്നു. പക്ഷേ അതിനകത്തേക്ക് കുറേയൊക്കെ അവർ മായം ചേർത്തു. ചില ആടുകച്ചവടവും നാണയമാറ്റമൊക്കെ കൊണ്ടുവന്നു, കൗശലമൊക്കെ അവിടെ കൊണ്ടുവന്നു. ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്. യഹൂദന്മാർ വിചാരിച്ചു യേശുക്രിസ്തുവിനെ കുരിശിച്ച് കഴിയുമ്പോൾ ദേവാലയത്തിലേക്ക് കുറഞ്ഞുപോയ വരുമാനമൊക്കെ കൂടും. കാരണം യേശു സുവിശേഷം തുടങ്ങിയപ്പോൾ ദേവാലയത്തിലെ വരുമാനം കുറഞ്ഞു. അപ്പോൾ യേശുവിനെ കൊന്നു കഴിഞ്ഞാൽ ദേവാലയത്തിലെ വരുമാനമൊക്കെ വർദ്ധിക്കും, ആളുകൾ കൂടുതലായിട്ട് ദേവാലയത്തിലേക്ക് വരുമെന്നെല്ലാം അവർ പ്രതീക്ഷിച്ചു. യൂസേബിയോസിൻ്റെ സഭാചരിത്രം നിങ്ങൾ വായിക്കുന്ന നല്ലതാണ്, അത് വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ സംഭവിച്ചത് തിരിച്ചാ. യേശുവിനെ കുരിശിച്ച് കഴിഞ്ഞപ്പോൾ കുരിശിക്കാൻ കൂടിയവരും കൂടാത്തവരും ആരും ദേവാലയത്തിലേക്ക് വരാതെയായി. ദേവാലയത്തിലെ വരുമാനം ഇല്ലാതെയായി. ദേവാലയത്തിൻ്റെ മുറ്റത്തെ കച്ചവടം നിലച്ചുപോയി. ദേവാലയം ആർക്കും വേണ്ടാത്തൊരിടമായിട്ട് മാറിപ്പോയി. അന്ന് അവിടെ നടന്നിരുന്നതെല്ലാം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ മൂലമുള്ളതായ ചടങ്ങുകൾ, ആചാരങ്ങളെല്ലാം. അതിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രവൃത്തികൾ, ആ പെരുന്നാളുകൾ, ആ തീർത്ഥാടനങ്ങൾ അതെല്ലാം ആഘോഷിച്ച് മെഴുകുതിരി കത്തിച്ച് വഴിപാട് നേർന്ന് എന്നും കുർബാന കണ്ട് എന്നും കുർബാന കാണുന്നതും കുർബാന ചൊല്ലുന്നതും എല്ലാം നല്ലതാണ്. അതെല്ലാം നല്ലത് തന്നെയാണ്. പെരുന്നാളിന് പോകണത് ഒരു തെറ്റുമില്ല. ദൈവമക്കളെ, തീർത്ഥാടനത്തിന് പോകണോ? അതിലെന്താ തെറ്റ്? തെറ്റൊന്നുമില്ല, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ അതുകൊണ്ടെല്ലാം ഞാൻ ദൈവരാജ്യത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നതാണ് ന്യായപ്രമാണത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്ന ചില ആത്മീയ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായിട്ട് ഞാൻ ദൈവരാജ്യത്തിലെത്തും എന്നുള്ളതായ ആ ചിന്ത, ആ ധാരണ, അതാണ് ന്യായപ്രമാണത്തിൻ്റെ ശാപം എന്ന് പറയുന്നതിലൊന്ന്. അന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ നമുക്കറിയാം. അവർ ഭാര്യയെ ഉപേക്ഷിക്കാനും മനസ്സാ. ദേവാലയത്തിൽ ചിട്ടയായി ന്യായപ്രമാണം അനുസരിക്കുന്നവരാ. ന്യായപ്രമാണത്തിൽ പറയാത്ത കാര്യമാണ്, അതും ചെയ്യുന്നുണ്ട്. ഇതെല്ലാമാണ് ന്യായപ്രമാണത്തിൻ്റെ ശാപം എന്ന് പറയുമ്പോൾ. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കുറേ കൂടെ. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അറിയാം. ഇന്നയാൾക്ക് തെറ്റുണ്ട്, ഇന്നയാൾ തെറ്റാണ്, ഇന്നയാൾക്ക് ശരിയല്ല. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അറിയാം. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ശരിയുണ്ടോ
അതില്ല. അതാണ് ന്യായപ്രമാണത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്. മറ്റൊരാളുടെ ഹൃദയത്തെ വിധിക്കാനറിയാം, തെറ്റ് ചൂണ്ടിക്കാണിക്കാനറിയാം. പക്ഷേ സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ഹൃദയത്തിൽ അതില്ലാത്തൊരവസ്ഥയുണ്ടോ? അതോ സ്വന്തം ഹൃദയത്തിൽ തെറ്റുണ്ടോ? പാപം ചെയ്യാത്തവനവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ കല്ലെറിയാൻ ആരും ഉണ്ടായില്ല. കല്ലെറിയാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ കല്ലെറിയാൻ ആരും ഉണ്ടായില്ല. കാരണം മറ്റൊരാളെ വിധിക്കാനറിയാൻ, നന്മ ചെയ്യാനറിയാൻ പാടില്ല. ന്യായപ്രമാണത്തിൻ്റെ ശാപം 1. 2, ന്യായപ്രമാണത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് ഭൗതികമായ അനുഗ്രഹം, പക്ഷേ ദൈവരാജ്യത്തിൽ എത്തുമെന്നുള്ളതായ ഒരു ഉറപ്പോ വാഗ്ദത്തമോ ഇല്ല. നിങ്ങൾക്കറിയാമല്ലോ, എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ വിശ്വാസ വീരന്മാർ, എൻ്റെ അവസാനമെല്ലാം വായിക്കുമ്പോൾ ദാവീദ്, ശിംശോൻ, ദാനിയേൽ, അവരുടെ എല്ലാം കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എല്ലാം യഹൂദാ സഭയിലെ വിശുദ്ധന്മാരുടെ പട്ടികയാണത് മുഴുവനും. യഹൂദാ സഭയിലെ വിശുദ്ധന്മാരുടെ പട്ടികയാണത് മുഴുവനും. പക്ഷേ യേശുക്രിസ്തുവിനെ അവർ ക്രൂശിച്ചതിൻ്റെ ശേഷം, യേശുവിനെ മാറ്റിയതിന് ശേഷം യഹൂദാ സഭയിൽ ഒരു വിശുദ്ധനും ഉണ്ടായില്ല. ഒരു വിശുദ്ധനും ഉണ്ടായില്ല. അതുതന്നെ ഇന്നും സഭയിൽ വിശുദ്ധന്മാരുണ്ടാകുന്നില്ല. എൻ്റെ കാരണം എന്താ? കർത്താവായ യേശുക്രിസ്തുവിനെ സഭ മാറ്റി നിർത്തുന്ന കാലത്തോളം വിശുദ്ധന്മാരുണ്ടാവില്ല. ബാക്കി എല്ലാം ഉണ്ടാവും, പള്ളികളൊക്കെ ഉണ്ടാവും, പെരുന്നാളും ഒക്കെ ഉണ്ടാവും, വിശുദ്ധന്മാരുണ്ടാവില്ല. കാരണം ക്രിസ്തുവിനെ മാറ്റി. ന്യായപ്രമാണത്തിൻ്റെ ശാപം, വിശുദ്ധന്മാരുണ്ടാവില്ല. ഒരു സമയത്ത് അതെല്ലാം ഉണ്ടായി, പക്ഷേ ക്രിസ്തുവിനെ മാറ്റിയപ്പോൾ ഇല്ല. 3, പാപം കൊടികുത്തി വാണിരുന്നു വന്ന സഭയിൽ. പ്രവാചകന്മാർ ശക്തമായി പ്രസംഗിച്ചിരുന്നു, പക്ഷേ ജനം കരഞ്ഞില്ല. പ്രവാചകന്മാർ ശക്തരായി പ്രസംഗിച്ചിരുന്നു, ദാവീദ് കരഞ്ഞു. പക്ഷെ അങ്ങനെ കരഞ്ഞ മറ്റൊരാളെ കണ്ടുകിട്ടാനില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ഹൃദയത്തിലേക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചു വന്ന മനുഷ്യന് പാപബോധം നഷ്ടപ്പെട്ടു. അതാണ് ഈ പാരമ്പര്യത്തിൻ്റെ ഒരു ദോഷവശം. അതാണ് മനുഷ്യന് കുറ്റബോധം കുറഞ്ഞു പോകും. ദ റോബ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നിങ്ങൾ പലരും വായിച്ചു കാണും. മേലങ്കി അഥവാ റോബ് എന്ന് പറഞ്ഞ പുസ്തകം. അതിനകത്ത് കർത്താവായ യേശുവിനെ ക്രൂശിച്ച കാര്യവും, യേശുവിൻ്റെ ആ പുറങ്കുപ്പായത്തിന് ചീട്ടിട്ട കാര്യവും, അവൻ്റെ മേലങ്കിക്ക് ചീട്ടിട്ട കാര്യവും എല്ലാം പറയുന്നുണ്ടല്ലോ. ആ മേലങ്കി, കർത്താവായ യേശുവിനെ ക്രൂശിച്ച ആ പെസഹായുടെ ആ നാളുകളിൽ യെരുശലേമിലേക്ക് ഒരു ഗവർണറെ നിയോഗിച്ചിരുന്നു. റോമൻ ചക്രവർത്തി മാർസിലസ് എന്നാണ് ആ ഗവർണറുടെ പേര്. പ്രത്യേക ഗവർണറെ, ഈ ഉത്സവകാലത്തിന് വേണ്ടി ഒരു ഗവർണറെ നിയമിച്ചിരുന്നു. പീലാത്തോസാണ് അല്ലാതെ ഗവർണർ. ഈ യേശുവിനെ ക്രൂശിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയതും ഈ മാർസിലസ് എന്ന് പറയുന്ന ആ ഗവർണറെ തന്നെയാണ്. കർത്താവിൻ്റെ മേലങ്കി ചീട്ടിട്ടു നാം വായിക്കുന്നുണ്ട്. ആ ചീട്ടിട്ട് അത് കിട്ടിയത് ഈ ഗവർണർക്ക് തന്നെയാണ് അത് കിട്ടിയത്. അത് വലിയ ഹൃദയമാറ്റത്തിനിട വന്നു. ഈ ഗവർണർ മാനസാന്തരപ്പെട്ടു. അദ്ദേഹം പത്രോസ്ലീഹായുടെ അടുക്കൽ കുമ്പസാരിക്കാൻ ചെന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കുമ്പസാരിക്കാൻ ഞാൻ ചെന്നു പറയുമ്പോൾ പത്രോസ് അച്ഛനാണ്, അച്ഛനൊക്കെ ചെന്ന് മുട്ടുകുത്തി എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല, കൗൺസിലിങ്ങിനായിട്ട് ചെന്നു. അപ്പോൾ പത്രോസ് പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു മജിസ്ട്രേറ്റാണ്, റോമൻ സിറ്റിസനാണ്, പൗരനാണ്. ചില പ്രശ്നം കഴിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, നിങ്ങളിപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തുവിശ്വാസിയായി വളർന്നു കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഒരു അഡ്വൈസ് കൊടുത്തു, പാപമെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം സഹോദര, എങ്കിലേ ആ കൃപയുടെ നിറവ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു.
എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ പത്രോസ് പറഞ്ഞു കൊടുത്തു, നിങ്ങളോട് അനുദപിക്കണമെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം നിങ്ങൾ ചെയ്ത ഒരു പാപവും എൻ്റെ പാപത്തിൻ്റെ അത്രയും വലുതല്ല. നിങ്ങൾ ചെയ്ത ഒരു പാപവും ഞാൻ ചെയ്ത പാപത്തിൻ്റെ അത്രയും വലുതല്ല. നിങ്ങളോട് അനുദപിക്കണമെന്ന് പറയാൻ പോലും ഞാൻ ഇതില്ല. പക്ഷെ നിങ്ങൾ അനുദപിച്ചാൽ നിങ്ങൾക്ക് ആ നിറവ് അനുഭവിക്കാം. എന്തിനാണ് പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണത്? എന്തിനാണ് പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണത്? എന്തിനാ പരിശുദ്ധ കുമ്പസാരം നടത്തണത്? എന്തിനാ നടത്തണത്? ആർക്കെങ്കിലും ലക്ഷ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ലക്ഷ്യം വന്നിട്ടാണോ കുമ്പസാരിക്കണത്? എന്തിനാ കുമ്പസാരിക്കണേന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. കുമ്പസാരം നടക്കുന്നുണ്ട്. എന്തിനാ കുമ്പസാരിക്കണേന്ന് പറഞ്ഞു തന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് പറഞ്ഞു കൊടുത്തു, സഹോദര, എൻ്റെ പാപം നിങ്ങളുടെ എല്ലാ പാപത്തിനേക്കാളും വലുതാണ് എൻ്റെ പാപം. അതുകൊണ്ട് നിങ്ങൾ ശരിയായി പാപം ഏറ്റു പറഞ്ഞാലേ നിങ്ങൾക്ക് ഈ കർത്താവ് ആരാണെന്നും നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തു എന്നും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എല്ലാം തുറന്ന് ഏറ്റുപറഞ്ഞ് അവനോട് പാപമോചനം പ്രാപിക്കണം. ലക്ഷ്യം പറഞ്ഞു കൊടുത്തു. കുമ്പസാരത്തിൻ്റെ ലക്ഷ്യം യേശുക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ, കർത്താവായ യേശു ആരാണെന്ന് അറിയണമെങ്കിൽ നീ പാപം ഏറ്റുപറഞ്ഞ് നിന്റെ ഹൃദയം ശുദ്ധമാകണം. അതിനുശേഷം പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു, അല്ലയോ സഹോദര, ടെൽ മീ ഹൗ മച്ച് യു നോ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? കുമ്പസാരിക്കാൻ വന്ന ആളോട് കുമ്പസാര പിതാവ് ചോദിക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? കേട്ടിട്ടുണ്ടോ? ചോദിച്ചു കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കുമ്പസാരിക്കാൻ ചെന്നാൽ നിങ്ങളോട് കുമ്പസാര പിതാവ് അങ്ങനെ ചോദിച്ചു കേട്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഈ മൈസ്രേട്ട് മാഴ്സലസ് പറഞ്ഞു, ഐ ക്രൂസിഫൈഡ് ഹിം. ഞാനാണ് അവനെ ക്രൂശിച്ചത്. സത്യമായിരുന്നു, യേശുവിനെ ക്രൂശിച്ച വ്യക്തിയാണ്. ഇന്ന് നമ്മളോ യേശുക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. ക്രൂശിച്ച വ്യക്തിയാണ്. പത്രോസ് ഒന്നും പറഞ്ഞില്ല. പത്രോസ് ഒന്നും കൂടെ പറഞ്ഞു, സഹോദര, ഇനി നിങ്ങൾക്ക് ഈ യേശുവിനെ നേരിട്ട് മുഖാമുഖം ഇപ്പം കാണാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഈ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കാണാം. ഹൃദയത്തിൽ യേശുവിനെ നിങ്ങൾക്ക് കാണാം. മാത്രമല്ല, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുകയും ചെയ്യാം. മൂന്നാമത്, യേശുക്രിസ്തു രണ്ടാമത് വരും. അപ്പോൾ നമുക്ക് മുഖാമുഖം അവനെ കാണാം. കുമ്പസാരിക്കാൻ വന്ന ആളോട് കുമ്പസാര പിതാവ് പറഞ്ഞു കൊടുത്ത 5 കാര്യങ്ങളാണ്. എന്തിനാ കുമ്പസാരിക്കണേ? കുമ്പസാരിച്ചാലേ യേശുക്രിസ്തു എന്തിനാ മരിച്ചതെന്നും എന്തിനാ വന്നതെന്നും നിനക്ക് മനസ്സിലാവുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, നീ ചെയ്ത ഏത് പാപവും എൻ്റെ പാപത്തിനേക്കാൾ അത്രയും വരില്ല. കാരണം ഞാൻ നന്ദികേട് കാണിച്ചവനാ. മൂന്നാമത്തെ കാര്യം, ഈ യേശുക്രിസ്തുവിനെ നിനക്ക് നിന്റെ ഹൃദയത്തിൽ ഇനി ലഭിക്കും. നാലാമത്തെ കാര്യം, നിനക്ക് പരിശുദ്ധാത്മാവിനെ നിന്റെ ഹൃദയത്തിൽ അനുഭവിക്കാം. യേശു രണ്ടാമത് വരും. അപ്പോൾ അവനെ മുഖാമുഖം കാണാം. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഇതൊക്കെയാണ് ഈ സുവിശേഷത്തിൻ്റെ മർമ്മമെന്നെല്ലാം പറയുന്നത്. ഇതൊന്നും അറിയാതെയാണ് ഇപ്പോഴും നാം ഇങ്ങനെ പാരമ്പര്യ ക്രൈസ്തവരായി മുമ്പോട്ട് പോണത്. ഞാൻ ഓർക്കുന്നു, 35-ാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആത്മീയ ജീവനുണ്ടായിരുന്നു? ഇല്ല. ഞാൻ ആത്മീയമായി ചത്തവനായിരുന്നു, മരിച്ചവനായിരുന്നു. ദൈവമക്കളെ, നിങ്ങളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ പ്രാപിക്കണം. ജീവനാണ് ഈ വചനത്തിലൂടെ വരുന്നത്.
യേശുവിനെ അറിയണം. യേശുവിനെ അറിയണം. ഗലാത്യ ലേഖനം 3:22 വായിച്ചു നോക്കാം. അടുത്തത് എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? ന്യായപ്രമാണത്തിൻ്റെ മറ്റൊരു ദോഷവശം എന്താണ്? എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴ് അടച്ചു കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നത് വരെ മനുഷ്യരായ നാം എല്ലാം ഒരു തടവറയിലാണ്, ഒരു ജയിലിലാണ് വാസ്തവത്തിൽ. അതാണ് പൗലോസ് പറയുന്നത്. ന്യായപ്രമാണത്തിന് കീഴിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ജയിലിലാണ്. ഇംഗ്ലീഷ് വേദപുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ ജയില്? ജയില് നമുക്കറിയാം. ജയിലിന് വാതിലുണ്ട്, പക്ഷേ അകത്ത് കിടക്കണ ആൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ജയിലിൻ്റെ വാതിൽ കൊണ്ട് അകത്ത് കിടക്കണയാൾക്ക് ഒരു ഗുണവുമില്ല. ജയിലിൽ കിടക്കണയാൾക്ക് അത് ജയിലിന് വാതിലുള്ളത് കൊണ്ട് അകത്ത് കിടക്കണയാൾക്ക് ഒരു ഗുണവുമില്ല. പുറത്തുള്ളയാൾക്ക് വേണമെങ്കിൽ തുറക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ന്യായപ്രമാണം കുറേ കൽപ്പനകൾ നമുക്കറിയാം, കുറേ ആചാരങ്ങൾ നമുക്കറിയാം, കുറേ അനുഷ്ഠാനങ്ങൾ നമുക്കറിയാം, കുറേ കർമ്മങ്ങൾ നമുക്കറിയാം, കുറേ ചടങ്ങുകൾ നമുക്കറിയാം. അതുകൊണ്ട് നാം ആരും തന്നെ നമ്മുടെ ആ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. മദ്യപാനം മാറൂല, കുശുമ്പ് മാറൂല, കുടുംബകലകം മാറൂല, വായിലെ ശാപവാക്ക് മാറില്ല, പ്രാക്ക് മാറൂല. ദൈവമക്കളെ, എല്ലാം അറിയാം, കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ പാപത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല. പാപത്തിൻ്റെ തടവറയിലാണ് മനുഷ്യൻ. ആദിമ പിതാക്കന്മാരായ ആദാമിനെ ഹവ്വായെയും ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് അവസാനമായി കാണുമ്പോൾ ദൈവത്തിനറിയാമായിരുന്നു അവർ പിശാചിൻ്റെ തടവിലാണെന്ന്. ദൈവം എന്നൊരു വാഗ്ദത്തം കൊടുത്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല ചതയ്ക്കും, അന്ന് നിനക്ക് പുറത്ത് കിടക്കാം. ദൈവമക്കളെ, അതാണ് വാസ്തവത്തിൽ സ്ത്രീയുടെ സന്തതിയായി കർത്താവായ യേശുക്രിസ്തു വന്നപ്പോഴാണ് മനുഷ്യൻ പാപത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ആദ്യമായി രക്ഷകൻ എന്നുള്ളതായ ഒരു വാക്ക് തന്നെ ആത്മലോകത്തേക്ക് വന്നത് യേശു ജനിച്ചപ്പോഴാണ്. കർത്താവായ യേശു ജനിച്ച ആ ക്രിസ്മസിൻ്റെ രാത്രി മാലാഖ വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. രക്ഷകൻ എന്ന വാക്ക്, സേവ്യർ, ആദ്യമായിട്ട് ആത്മലോകത്തേക്ക് അങ്ങനെ ഒരു ആൾ അവതരിച്ചു. ആ ഒരു വാക്ക് നിങ്ങൾ ആദ്യമായി കാണുന്നത് എവിടെയായിരിക്കും? രക്ഷകൻ എന്ന വാക്ക്. മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകൻ. ദൈവമക്കളെ, ഈ കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ അധികാരിയായി വരുന്നത് വരെ നാമും ഓരോ തടവറയിലാണ്. മദ്യപാനത്തിൻ്റെ തടവറ, പുകവലിയുടെ തടവറ, കുശുമ്പിൻ്റെ, കുന്നായ്മയുടെ, നീരസത്തിൻ്റെ, ഇന്ന് വേണ്ട എന്തെല്ലാം കുടുംബത്തിലെ അലോഹ്യം. നമ്മൾ പണ്ടുപോലെ കേട്ടിട്ടുള്ളതാ കുടുംബസമാധാനം, കുടുംബം ഒരു സ്വർഗമായി തീരുക. പക്ഷേ ഇന്ന് അതെല്ലാം പക വീട്ടുന്ന ഒരു രംഗം പോലെ അധപ്പതിച്ചു. എന്താ കാരണം? ഭർത്താവിൻ്റെ ഹൃദയവും ഭാര്യയുടെ ഹൃദയവും ഒരുപോലെ തടവറയിലാണ്. അമ്മായിമ്മയുടെ ഹൃദയവും മരുമക്കളുടെ ഹൃദയവും എല്ലാം അതുപോലെ തടവറയിലാണ്. വളരെ മ്ലേച്ഛമായ രീതിയിൽ അനേക ക്രൈസ്തവ കുടുംബങ്ങളിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട്, മരുമക്കളെ ഉപദ്രവിക്കുന്നുണ്ട്, എല്ലാ തരത്തിലും. ദൈവമക്കളെ, തടവറയിലാണ്. കാരണം മനുഷ്യന് ജയമില്ല, ഇന്ദ്രിയ ജയമില്ല, വികാര നിയന്ത്രണമില്ല, വികാരങ്ങൾക്ക് അടക്കമില്ല, നാവിനടക്കമില്ല, കൈകൾ അടക്കാൻ സാധിക്കുന്നില്ല. കാരണം മനുഷ്യൻ പിശാചിൻ്റെ തടവറയിലാണ്. സ്ത്രീയുടെ സന്തതി വരണം. കർത്താവായ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വരണം, നിങ്ങളുടെ ഹൃദയത്തിൽ വരണം. നിങ്ങളവനെ വിളിക്കണം. യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് വിളിക്കണം. ദൈവമക്കളെ, എപ്പോഴാണ് അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വരും? നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ സ്ഥിതി മാറും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും
ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വേണം. നിങ്ങൾക്കറിയാമല്ലോ, നെബൂഖദ്നേസർ രാജാവിൻ്റെ ദാനിയേൽ പ്രവചനം വായിച്ചാൽ കാണാം, കൂട്ടായ്മയിൽ 4 പേരേ ഉള്ളൂ ആകെ. ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും 4 പേരേ ഉള്ളൂ കൂട്ടായ്മക്കാർ. പക്ഷേ മതി, എന്തിനാ ഒരുപാട്, എന്തിനാ എണ്ണം? 4 പേര് പോരെ? ആ മഹാരാജാവിൻ്റെ രാജ്യത്ത് മുഴുവനും കൂടെ നോക്കിയാൽ വിശ്വാസികളായിട്ട് 4 പേരുടെ ഒരു കൂട്ടായ്മയേ ഉള്ളൂ. മതിയല്ലോ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഇതിന് മാത്രം എണ്ണം? എന്തിനാ ഈ എണ്ണത്തെക്കുറിച്ചുള്ളതായ പരിഭ്രമം, വെപ്രാളം? എന്തിനാ എണ്ണം? 4 പേരേ ഉള്ളൂ കൂട്ടായ്മ ആകെ, ധാരാളം മതി. ചക്രവർത്തി വരെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞു, ഇവരുടെ ദൈവമാണ് സത്യദൈവം. ഇന്ന് കൂട്ടായ്മക്കാരിൽ ലക്ഷങ്ങളുണ്ട്, ഓരോ സഭയിലും കോടികളുണ്ട്. പക്ഷേ ഈ ക്രിസ്ത്യാനികളുടെ ദൈവമാണ് സത്യദൈവം എന്ന് ലോകത്ത് ആര് പറയും? നാല് വിശ്വാസികളുള്ള സാമ്രാജ്യത്തെ രാജാവ് പറഞ്ഞു, ഇവരുടെ ദൈവമാണ് സത്യദൈവം. ഒരു പ്രശ്നം വന്നപ്പോൾ രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തെ അതിന് കുമ്പിടണമെന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ കൂടെ ഇല്ല, ബാക്കി 3 പേരേ ഉള്ളൂ. ലീഡർ ദാനിയേലാ, പക്ഷെ ലീഡർ കൂടെ ഇല്ല, മറ്റേ 3 പേരേ ഉള്ളൂ. അവരോട് ചോദിച്ചു, നിങ്ങൾ കുമ്പിടുവോ ഇല്ലയോ? രാജാവ് ചോദിച്ചു, നിങ്ങൾ കുമ്പിടുവോ ഇല്ലയോ? അയ്യോ, ഞങ്ങൾ ലീഡറോടൊന്ന് ചോദിക്കട്ടെ, കൂട്ടായ്മ നടത്തുന്ന വേറൊരാളുണ്ട്, ഞങ്ങൾക്കൊരു ദിവസം എന്താ, ഞങ്ങളൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് രാജാവേ നാളെ പറയാം. ആ കൂട്ടായ്മയുടെ സ്റ്റാൻഡേർഡൊന്നും അല്ലായിരുന്നു അവിടെ. കൂട്ടായ്മയുടെ സ്റ്റാൻഡേർഡ് വേറെയായിരുന്നു. ഇനി ദാനിയേലോട് ചോദിച്ചിട്ട് ഞങ്ങൾ ഉത്തരം പറയാം, ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അല്ല. അവരെന്ത് പറഞ്ഞു? ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും, ഇല്ലെങ്കിലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ നമസ്കരിക്കില്ല. ദൈവമക്കളെ, ഓരോരുത്തർക്കും ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. 4 പേരെ ഉള്ളെങ്കിൽ എന്താ, 4 പേർക്കും വ്യക്തിപരമായി ജീവനുള്ള ദൈവവുമായി ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി വേറെ ആരോടും ആലോചന ചോദിക്കണ്ട. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അതോ കൂട്ടായ്മ നടത്തുന്നവരോട് ചോദിച്ചിട്ട് വേണോ ഇനി വേറെ ഏതെങ്കിലും കാര്യം, ഈ ദൈവത്തെ വിശ്വസിക്കണ കാര്യം, ക്രിസ്തുവിന് വേണ്ടി പാപം കൂടാതെ ജീവിക്കണ കാര്യം തീരുമാനിക്കാനായിട്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും, ആളുകളുടെ എണ്ണമൊന്നുമല്ല വിഷയം, ഓരോരുത്തരുടെയും ഹൃദയത്തിലെ നിർണയമാണ്. അകത്തുനിന്ന് വരുന്ന ആത്മീയം വേണം. കൂട്ടായ്മയിലെ പ്രശ്നം വന്നപ്പോൾ ദാനിയേലും മറ്റുള്ളവരെ വിളിച്ചു, ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. 4 പേരും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേലിന് കാര്യം വെളിപ്പെട്ട് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഒരു പ്രശ്നം, അവർ ഒറ്റയ്ക്ക് നിൽക്കും, അവർ കൂട്ടായ്മയായി നിൽക്കും. ആർക്കും വലിപ്പവും പൊങ്ങച്ചൊന്നുമില്ല. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനും കരുത്തുണ്ട്, കൂട്ടായ്മയായിട്ട് എളിമപ്പെട്ട് നിൽക്കാനുമുള്ളതായ കരുത്തുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബം, നമ്മുടെ കുടുംബം, അപ്പനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ക്രിസ്തുവിനെ അറിഞ്ഞ്, എല്ലാവരും ഓരോരുത്തരും ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു കുടുംബം എത്ര ശ്രേഷ്ഠമായിരിക്കും. വീണ്ടും നമുക്ക് നോക്കാം ഗലാത്യ ലേഖനം 3:28. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ എബ്രാഹാമിന്റെ സന്തതിയും വാഗ്ദത്തപ്രകാരം അവകാശികളുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. യഹൂദന്മാരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയാവോ? അവർക്കറിയാവുന്ന ഏറ്റവും വലിയ ആത്മീയ വാക്കെന്ന് പറയുന്നത് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ. ഇതിനേക്കാളും മുഴുത്ത ഒരു വലിയ ആത്മീയ വാക്ക് അവർക്കറിയാൻ മേല. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ. അതിനേക്കാൾ മുഴുത്തതൊന്നും അറിയാൻ മേല. പ്രിയപ്പെട്ടവരെ, ഇന്നും നമുക്കും നമ്മുടെ പല സഹോദരങ്ങൾക്കും സഭയുടെ പേരിലുള്ള ആത്മീയമേ അറിയാവുള്ളൂ. ഞങ്ങൾ ഇന്ന സഭയിലാണ്, ഞങ്ങൾ ഇന്ന സഭയിൽപ്പെട്ടവരാ,
സഭയുടെ പേരിലുള്ള ആത്മീയം അധപ്പതിച്ചതും വിലയില്ലാത്തതുമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു, പൗലോസ് അപ്പോസ്തലനും പഠിപ്പിച്ചു. അബ്രാഹാമിൻ്റെ മക്കൾ, അബ്രാഹാമിൻ്റെ മക്കൾ എന്ന പേരിന് അബ്രാഹാമിൻ്റെ മക്കളാകണത് എങ്ങനെയാണെന്ന് കർത്താവായ യേശുക്രിസ്തു അതേ സഭയിൽപ്പെട്ട സക്കായിയുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. എങ്ങനെയാണ് അബ്രാഹാമിൻ്റെ മകനെന്ന് പറഞ്ഞാൽ, ഇന്ന സഭയിലെ അംഗമാണെന്ന് പറയുന്നത് ഒരു അഭിമാനം തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സഭയുടെ പേരിലല്ല സഹോദര. നീ കർത്താവായ യേശുവിനെ നിന്റെ വീട്ടിൽ സ്വീകരിച്ച് അവൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേട്ട് നിന്റെ ഹൃദയത്തിലെ അന്യായ ബന്ധനങ്ങൾ അഴിക്കുമ്പോഴേ നീ അബ്രാഹാമിൻ്റെ മകനാവുകയുള്ളൂ. സഖായിയുടെ ജീവിതത്തിലൂടെ കർത്താവ് തെളിയിച്ചു കൊടുത്തു, ഇവൻ അബ്രാഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. എങ്ങനെയാണ് അബ്രാഹാമിൻ്റെ മകനാകുന്നതെന്ന് കാണിച്ചു കൊടുത്തു. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടു, വീട്ടിൽ കൈക്കൊണ്ടു, ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തി, അന്യായമായ സമ്പാദ്യം, അന്യായമായ പിടിച്ചുപറി, അരുതാത്തതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനോട് കൂടെ ഒരു രാത്രി വസിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു മുഴുരാത്രി കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് കഴിഞ്ഞപ്പോൾ, നേരം വെളുത്തപ്പോൾ യേശു പറഞ്ഞു, ഇവൻ അബ്രാഹാമിൻ്റെ മകനാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് അബ്രാഹാമിൻ്റെ മകനാകുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ന്യായപ്രമാണത്തിൻ്റെ ശാപം, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി. ഇന്ന് നമ്മൾ എന്തെന്നാണ് പറയണത്? അബ്രാഹാമിൻ്റെ മക്കളെന്നാണോ? സഭയിൽ ചെല്ലുമ്പോൾ, നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ കുർബാനയ്ക്ക് നാം എന്താ? ക്രിസ്തുവിനെ ധരിച്ച പിതാക്കന്മാർ എന്തെന്നാ പറയണത്? ക്രിസ്തുവിനെ ധരിച്ച പിതാക്കന്മാർ. അതാ പാരമ്പര്യം, അതാണ് സഭയുടെ പാരമ്പര്യം. പേരിനുള്ളൊരു പാരമ്പര്യമൊന്നുമല്ല, ക്രിസ്തുവിനെ ധരിച്ച പിതാക്കന്മാർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുക. നമുക്കും തിരുത്താനുണ്ട്. യഹോവ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നമ്മുടെ പുസ്തകം നമുക്ക് അടയ്ക്കാം. തിരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? മാറ്റം വരുത്താൻ എന്തെങ്കിലും ഉണ്ടോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും മടക്കി കൊടുക്കാനുണ്ടോ? മറ്റാർക്കെങ്കിലും അവകാശപ്പെട്ടത് ഏതെങ്കിലും കയ്യിലിരിക്കുന്നുണ്ടോ? ആരെയോടെങ്കിലും അകന്ന് ജീവിക്കുന്നുണ്ടോ? ആരെയെങ്കിലും ഇടിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ പണിയുവാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ? യഹോവ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹൃദയത്തിൻ്റെ സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥിതി മാറ്റിയ ദൈവം ഇന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നു. കല്യാണ ദിവസം സന്തോഷ ദിവസമെന്നും മരണ ദിവസം ദുഃഖ ദിവസമെന്നും നാം പറയുന്നു. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ണുകൾ അടച്ചു വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വലത്തെ ഭാഗത്തെ കള്ളൻ്റെ കല്യാണ ദിവസമായിരുന്നു അവൻ്റെ സന്തോഷ ദിവസം, മരണ ദിവസമായിരുന്നു അവൻ്റെ ഏറ്റവും സന്തോഷ ദിവസം. ഏതായിരുന്നു അവൻ്റെ ഏറ്റവും സന്തോഷ ദിവസം? യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റിയപ്പോൾ ആ വലത്തെ ഭാഗത്തെ കള്ളൻ അവൻ്റെ മരണ ദിവസം ഏറ്റവും സന്തോഷിച്ചു. ഹൃദയം മാറട്ടെ. ഹൃദയം മാറാൻ സമർപ്പണമെടുക്കാം. യഹോവയുടെ നേർച്ചകളെ കേട്ട് അവനെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മാത്രമല്ല, നേർച്ചകൾ കേൾക്കട്ടെ, സമർപ്പണങ്ങൾ കേൾക്കട്ടെ. ആരെല്ലാം സമർപ്പണങ്ങൾ എടുക്കുന്നുണ്ട്. ഹല്ലേലൂയ ദൈവവേദലേ, ഹല്ലേലൂയ. വലത്തെ ഭാഗത്തെ കള്ളൻ്റെ ഏറ്റവും സന്തോഷമേറിയ ദിവസം അവൻ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ദിവസമായിരുന്നു. അത്രയും സന്തോഷമുള്ള ദിവസം അവനുണ്ടായിട്ടില്ല. ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്, ഇന്ന് ആനന്ദത്തിൻ്റെ ദിവസമാണ്. ആർക്കെല്ലാം ആനന്ദത്തിൻ്റെ ദിവസമുണ്ട്. യേശുവിനെ ഹൃദയത്തിലേക്ക് ആരെല്ലാം വിളിക്കുന്നുണ്ട്, യേശുവിനെ ഹൃദയത്തിലേക്ക് ആരെല്ലാം കൈക്കൊള്ളുന്നുണ്ട്,
ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്, ഇന്ന് സ്ഥിതി മാറുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം നേർച്ചകൾ നേരുന്നുണ്ട്, കർത്താവേ ഞാനിതാ അഴിക്കുകയാണ്, പഴയതെല്ലാം അഴിക്കുകയാണ്, ഞാൻ നേർച്ചകൾ നേരുകയാണ്, സമർപ്പണങ്ങൾ നേരുകയാണ്, ഉറപ്പേറിയ നിർണയം കർത്താവിന് കൊടുക്കുകയാണ്. കർത്താവേ, പഴയതുപോലെ ഇല്ല, പഴയ വാക്കില്ല, പഴയ പ്രവൃത്തിയില്ല, പഴയ മനോഭാവമില്ല, പഴയ ഇച്ഛകളില്ല, പഴയ താല്പര്യങ്ങളില്ല, പഴയ പിടിവാശികളില്ല, പഴയ മദ്യപാനമില്ല, പഴയ കോലാഹലമില്ല. കർത്താവേ, ഞാനിതാ നേർച്ചകൾ നേരുകയാണ്. സമർപ്പണങ്ങൾ എടുക്കുന്ന മക്കൾക്ക് കരങ്ങളുയർത്തി ദൈവത്തോട് അവരുടെ സമർപ്പണങ്ങൾ പറയാ. ഏത് സമർപ്പണമാണ് നീ എടുക്കുന്നത് ദൈവത്തിലെ? നിന്റെ സമർപ്പണങ്ങളാണ് ജീവനുള്ള ദേശത്ത് നിനക്ക് അവകാശം തരുന്നത്. ഹല്ലേലൂയ. നിനക്ക് ദൈവരാജ്യമുണ്ട്, എനിക്കും ദൈവരാജ്യമുണ്ട്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവ് വഴി നടത്തും. അവൻ മധ്യാകാശത്ത് വരുമ്പോൾ അവനെ വീണ്ടും കാണാം. ഹല്ലേലൂയ. ദൈവത്തിലെ നേർച്ചകൾ നേരുക. ഏതെങ്കിലും സാധനങ്ങളല്ല, നിന്റെ ഹൃദയം തന്നെ നേർച്ചയായി കൊടുക്കുക. യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ മുഴുവനുമായി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കരങ്ങളെ താഴ്ത്തിയിടാം. യേശു നിമിത്തം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.